വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ CR സ്പീച്ച് ആൻഡ് ആക്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പരുന്ത് നമുക്ക് നൽകുന്ന 6 ജീവിത പാഠങ്ങൾ എന്ന ടോപ്പിക്കാണ്. പരുന്തിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, പരുന്ത് മറ്റ് പക്ഷികളെ അപേക്ഷിച്ച് ഒരുപാട് പ്രത്യേകതകൾ പരുന്തിനുണ്ട്. ആകാശത്തിലെ കിങ് ആണ് പരുന്ത്. അപ്പോൾ ഓരോന്നും നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഈഗിൾ ഫ്ലൈ അലോൺ. മറ്റു പക്ഷികളെല്ലാം കൂട്ടം ചേർന്ന് പറക്കുമ്പോൾ പരുന്ത് ഒറ്റയ്ക്ക് പറക്കുന്നു എന്നതാണ്. ഇതിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠം, നമ്മുടെ ജീവിത വിജയത്തിന്, നമ്മുടെ ലക്ഷ്യത്തിന് മുന്നേറുമ്പോൾ നാം ഒറ്റയ്ക്ക് പോകണമെന്നാണ്. എന്ന് വെച്ചാൽ മറ്റുള്ളവരുമായി കൂട്ടുകൂട്ടരുത്, മറ്റുള്ളവരുമായി സംസാരിക്കരുത് എന്നുള്ള അർത്ഥമല്ല. നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ആവശ്യങ്ങളും അത് നമുക്ക് മാത്രം സ്വന്തമാണ്. അത് മറ്റുള്ളവർക്ക് അത് അറിയണമെന്നില്ല, മറ്റുള്ളവർ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ മറ്റുള്ളവരുമായി ഒന്നിച്ച് മുന്നേറാൻ ശ്രമിക്കാതെ ഒറ്റയ്ക്ക് മുന്നേറാൻ ശ്രമിക്കണം. ഒറ്റയ്ക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കണം എന്ന് പരുന്ത് നൽകുന്ന ആദ്യത്തെ പാഠം. രണ്ടാമത്തത്, ഈഗിൾ ലൈക്സ് സ്റ്റോംസ്. പരുന്ത് കൊടുങ്കാറ്റിനെ ഇഷ്ടപ്പെടുന്നു എന്നതാണ്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും ഒക്കെ നമുക്ക് നേരിടേണ്ടി വരാം. പക്ഷേ അതിലൊന്നും നാം തളർന്നിരിക്കാതെ ജീവിതത്തിൽ മുന്നേറുന്ന വെല്ലുവിളികളെ നാം ഏറ്റെടുക്കണം. പരുന്ത് പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം. മൂന്നാമത്തത്, വിഷൻ. പരുന്തിനെ സംബന്ധിച്ച് 5 കിലോമീറ്റർ ദൂരെയുള്ള ഇരയെ പരുന്ത് കാണുന്നു എന്നതാണ്. അതുമാത്രമല്ല, അതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കൃത്യമായി ആ ഇരയെ പരുന്ത് പിടിക്കുന്നു. പരുന്തിന്റെ ശ്രദ്ധ വേറെ എങ്ങോട്ടും പോകുന്നില്ല. ഇതിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠം, നമുക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ, നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ആ ലക്ഷ്യം പൂർത്തിയാക്കുകയും നമ്മൾ ചെയ്യണമെന്നുള്ളതാണ്. വേറെ എങ്ങോട്ടും നമ്മുടെ ശ്രദ്ധ പോകരുത്. വേറെ മറ്റുള്ള വിഷയങ്ങളേക്കൊന്നും പോകാതെ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് മാത്രം, ലക്ഷ്യം നമ്മൾ കരസ്ഥമാക്കുന്നവരെ നമുക്ക് വിശ്രമം ഉണ്ടാകരുത്. ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ കുതിക്കണം. അതായിരിക്കണം നമ്മുടെ വിഷൻ. പരുന്ത് പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പാഠം. നാലാമത്തത്, ഈഗിൾ ഡു നോട്ട് ഈറ്റ് സ്റ്റേൽ ഫുഡ്. പരുന്ത് ഒരിക്കലും ചീഞ്ഞതും പഴകിയതുമായിട്ടുള്ള ഭക്ഷണം കഴിക്കാറില്ല. അതായത് നാം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഭൂതകാലത്തിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് കഷ്ടപ്പാടുകളും ഇതെല്ലാം നമുക്ക് ഉണ്ടായിട്ടുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ഭാവിയെ കുറിച്ചുള്ള ഉത്കണ്ഠ, ഭാവി എന്താകും, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് നമ്മൾ ഒരുപാട് സമയം കളയാറുണ്ട്. പക്ഷെ ഇതൊക്കെ ശരിക്കും വേസ്റ്റാണ്. കാരണം പ്രസന്റിൽ ജീവിക്കുക. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് യാതൊരു കാര്യമില്ല. കഴിഞ്ഞുപോയ കാലം കഴിഞ്ഞതാണ്. അതിലൊരു മാറ്റവും നമുക്ക് വരുത്താൻ സാധിക്കില്ല. അതുപോലെ ഭാവി നമ്മുടെ കയ്യിലല്ല, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷെ ഇപ്പോൾ മാറ്റം വരുത്താൻ കഴിയുന്നത് ഇപ്പോൾ മാത്രമാണ്, ഈ നിമിഷം മാത്രമാണ്, ഇപ്പോൾ മാത്രമാണ്. നമ്മൾ പ്രസന്റിൽ ജീവിക്കുക. പരുന്ത് നൽകുന്ന നാലാമത്തെ പാഠം. അഞ്ചാമത്തത്, ഫീമെയിൽ ഈഗിൾ ട്രസ്റ്റഡ് കമ്മിറ്റ്മെന്റ്. പെൺപരുന്ത് ആൺപരുന്തിന്റെ കമ്മിറ്റ്മെന്റ് ട്രസ്റ്റ് ചെയ്യുന്നു. അതായത് തന്നെ സംരക്ഷിക്കാൻ, തന്റെ കൂടെ നിൽക്കാൻ യോഗ്യതയുണ്ടോ എന്ന് പെൺപരുന്ത് ട്രസ്റ്റ് ചെയ്യുന്നു. ഇതിൽ നാം പഠിക്കേണ്ട പാഠം, ഏതുതരം റിലേഷൻ ആണെങ്കിലും, അത് പ്രണയമാകാം, അതല്ലെങ്കിൽ അത് വിവാഹത്തിന് വേണ്ടിയിട്ടുള്ളതാകാം, അതല്ലെങ്കിൽ സൗഹൃദമാകാം, ഏതുതരം റിലേഷൻ ആണെങ്കിലും അത് നമുക്ക് അനുയോജ്യമാണോ, അത് നമുക്ക് ഗുണകരമാണോ, നമുക്ക് താങ്ങായും തണലായും നിൽക്കാൻ കഴിയുന്നവരാണോ, ഏത് സാഹചര്യത്തിലും നമ്മോടൊപ്പം ചങ്കായി പ്രവർത്തിക്കാൻ കഴിവുള്ള ആളുകളാണോ, അവർ വിശ്വസിക്കാമോ എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഒരു റിലേഷൻ നാം തുടങ്ങേണ്ടത്. ഒരിക്കലും നമ്മളെ കുറ്റപ്പെടുത്തുന്ന, നമ്മളെ കളിയാക്കുന്ന, നമ്മളെ ഇകഴ്ത്തുന്ന, നമ്മളെ ചൂഷണം ചെയ്യുന്ന ടോക്സിക് സൗഹൃദങ്ങൾ ഒരിക്കലും നാം തിരഞ്ഞെടുക്കരുത്. അപ്പോൾ സൗഹൃദങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം
അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം സൗഹൃദം ഉണ്ടാക്കാൻ എന്ന് പരുന്ത് പഠിപ്പിക്കുന്ന 5ാമത്തെ പാഠം. 6. ഈഗിൾ ട്രൈ ഹാർഡ്. പരുന്ത് നല്ലവണ്ണം അധ്വാനിക്കുന്നു. പരുന്ത് വളരെ ഉയരത്തിൽ പറക്കുന്നു. കൊടുങ്കാറ്റിനൊക്കെ അതിജീവിച്ചുകൊണ്ട്, പേമാരി അതിജീവിച്ചുകൊണ്ട് പറക്കുന്നു. അതുപോലെ തന്നെ വലിയ ഇരകളെ പിടിക്കുന്നു. സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ പലതും ചെയ്യുന്നു. അതുപോലെ നമ്മളും കഷ്ടപ്പെടാൻ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. കാരണം നമ്മുടെ ശരീരം അല്ലെങ്കിൽ പണിയെടുത്താൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കൂ. അതുപോലെ നമ്മുടെ ശരീരം ഉപയോഗിച്ചും നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചും ഒക്കെയാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ എന്ന് പരുന്ത് നൽകുന്ന 6ാമത്തെ പാഠം. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഈഗിൾ ഫ്ലൈ എലോൺ. പരുന്ത് ഒറ്റയ്ക്ക് പറക്കുന്നു. 2. ഈഗിൾ ലൈക്സ് സ്റ്റോംസ്. പരുന്ത് കൊടുങ്കാറ്റിനെ ഇഷ്ടപ്പെടുന്നു. 3. വിഷൻ. പരുന്തിന്റെ കാഴ്ച. 4. ഈഗിൾ ഡു നോട്ട് ഈറ്റ് സ്റ്റേൽ ഫുഡ്. പരുന്ത് പഴകിയ ഭക്ഷണമൊന്നും കഴിക്കാറില്ല. 5. ഫീമെയിൽ ഈഗിൾ ട്രസ്റ്റഡ് കമ്മിറ്റ്മെന്റ്. ഫീമെയിൽ ഈഗിള് പെൺപരുന്ത് ആൺപരുന്തിന്റെ കമ്മിറ്റ്മെന്റ് ട്രസ്റ്റ് ചെയ്യുന്നു. 6. ഈഗിൾ ട്രൈ ഹാർഡ്. ഇതാണ് ഈ 6 പ്രത്യേകതകളാണ് പരുന്തിന് ഉള്ളത്. ഇത് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനുള്ള പാഠങ്ങൾ നൽകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.